പ്ലസ് ടു കൊമേഴ്സ് ഫാമിലി. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ പ്ലസ് ടുവിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആയിട്ടുള്ള ടോക്കൺസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി +1 ടോക്കൺസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രീതിയിൽ ഒരു ചാപ്റ്ററിൽ തന്നെ ഫുള്ളായിട്ട് നമ്മൾ ടോക്കൺസിനെ കുറിച്ച് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രീതിയിൽ ടോക്കൺസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് നിങ്ങൾക്കറിയാം, ഫസ്റ്റ് ടൈം എക്സാമിനേഷനും സെക്കൻഡ് ടൈമിലും മോഡൽ എക്സാമിനും തേർഡ് ടൈമിനും ഒക്കെ തന്നെയും ടോക്കൺസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് +1 വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും, ഓക്കെ, +2 വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ചാപ്റ്ററിനകത്തുള്ള ഒരു പോർഷൻ മാത്രമാണ് ടോക്കൺസ് എന്ന് പറയുന്നത്. സോ ഒരുപാട് ഇമ്പോർട്ടൻസ് ഇതിന് കൊടുക്കേണ്ടി വരത്തില്ലായിരിക്കും. +1 ഓൾറെഡി ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വന്നല്ലോ. അപ്പോൾ +1 കൊടുത്ത അത്ര ഇമ്പോർട്ടൻസ് എന്തിനു കൊടുക്കണ്ടായിരിക്കും, ടോക്കൺസിന് കൊടുക്കണ്ടായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ മക്കളെ, അങ്ങനെയല്ല. +1 ഇത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നാണോ പറഞ്ഞത്, എത്ര ഇമ്പോർട്ടൻസ് കൊടുത്താണോ നിങ്ങൾ പഠിച്ചത്, ആ സെയിം ഇമ്പോർട്ടൻസ് തന്നെ +2 വരുമ്പോഴും നിങ്ങൾ കൊടുക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഈ റിവ്യൂ C++ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അതിൽ ഈ ടോക്കൺസിൻ്റെ പോർഷൻ നമുക്ക് ഫസ്റ്റ് ടൈമിനും സെക്കൻഡ് ടൈമിനും തേർഡ് ടൈമിനും മോഡൽ എക്സാമിനും ഒക്കെ തന്നെ ചോദിക്കും. 2 മാർക്ക് 3 മാർക്ക് ഏരിയയിലായിരിക്കും ഏറ്റവും കൂടുതലും ഈ ഒരു പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഫസ്റ്റ് ടൈം എക്സാമിനേഷന് 5 മാർക്കിനും ചിലപ്പം, അതായത് essay പോർഷനിലും ചിലപ്പോൾ ടോക്കൺസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ടോക്കൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷം അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചതല്ലേ, അതിനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് വന്നതല്ലേ. അപ്പോൾ ഈ ഒരു +2 വരുമ്പോൾ അത്ര കാര്യമായിട്ട് പഠിക്കണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചോ, എന്നിട്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിച്ചോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക് +2 ഈ ഒരു C++ പ്രോഗ്രാമിങ്ങിൻ്റെ ചാപ്റ്റർ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതും അതിനകത്ത് ടോക്കൺസ് എന്ന് പറയുന്ന പോർഷൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതും അല്ലേ. അപ്പം ഈ ഒരു എക്സാമിൻ്റെ കേസ് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ തിയറി എക്സാമിൻ്റെ കേസ് മാറ്റിക്കഴിഞ്ഞാലും പ്രാക്ടിക്കൽ എക്സാമിന് നമുക്ക് +2 പ്രാക്ടിക്കൽ എക്സാം ഉണ്ട് അല്ലേ. അപ്പോൾ പ്രാക്ടിക്കൽ എക്സാമിന് നിങ്ങൾ ചെല്ലുമ്പോഴും ടോക്കൺസ് നിങ്ങൾക്ക് വേണം. ഒരു C++ പ്രോഗ്രാം നമ്മൾ എങ്ങനെയാണ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക, C++ പ്രോഗ്രാം ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് ആരെ വേണം, ടോക്കൺസിനെ വേണം. അപ്പം ഒരു C++ പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ട് ടോക്കൺസ്, ക്യാരക്ടർ സെറ്റ്, ഡേറ്റ ടൈപ്സ്, സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു C++ പ്രോഗ്രാം എഴുതാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം നിങ്ങൾക്ക് +2 വളരെ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു പോർഷൻ തന്നെയാണ് ടോക്കൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വെർഷൻ നമ്മൾ ഓൾറെഡി ലൈവായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഇതിനെക്കുറിച്ച് എന്താണ് ടോക്കൺസ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സിമ്പിളായിട്ട് എങ്ങനെ നമുക്കിത് പഠിച്ചെടുക്കാം എന്നുള്ള കാര്യമായിരിക്കും ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് മക്കളെ, ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾക്ക് നമ്മൾ ലൈവ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്കും മിക്കവാറും എങ്ങനെയായിരിക്കും, അതായത് വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ പെട്ടെന്നൊരു ചാപ്റ്ററിനെ നമുക്കൊരു ക്യാപ്സ്യൂൾ പരുവത്തിൽ കിട്ടുന്നത് പോലെ ആയിരിക്കും നമ്മുടെ യൂട്യൂബ് ലൈവുകളും കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പം സ്വാഭാവികമായിട്ടും +1 നിങ്ങൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാതെ പോയ ഒരു കാര്യമായിരിക്കും ഈ C++ എന്ന് പറയുന്നത്. അപ്പോൾ +2 ഇതിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെ, പ്രോഗ്രാംസ് എഴുതാനൊക്കെ പഠിക്കേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് അറിയത്തില്ല ഇതെങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ ബേസിക്സ് എനിക്ക് +1 കിട്ടിയിട്ടില്ല, ഇനി എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. കാരണം നമുക്ക് +2 ചെന്ന് കഴിയുമ്പം മിക്ക സ്കൂളുകളിലും ടീച്ചേഴ്സ് ചെയ്യുക, ഓക്കെ ഫസ്റ്റ് ചാപ്റ്റർ വായിച്ചിട്ട് വാ എന്ന് പറയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വിട്ട് പഠിപ്പിക്കുകയായിരിക്കും. കാരണം ഓൾറെഡി ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തു പോയതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു കൺസേൺ ഉണ്ടെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമുക്കിവിടെ നമ്മുടെ ബാച്ച് ഉണ്ട്, നമ്മുടെ ഗോദ ബാച്ച് ഉണ്ട്. അപ്പോൾ ഗോദ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സബ്ജക്റ്റുകളുടെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, അതായത് ഓരോ ടോപ്പിക്കുകളും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ബാച്ചിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ടോക്കൺസ് എന്താണെന്ന് നോക്കിയാലോ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ടോക്കൺസ് എന്താണെന്ന് നോക്കി പോവാം അല്ലേ. ടോക്കൺസ് എന്ന് പറഞ്ഞാൽ എന്താ, നേരത്തെ മിസ് പറഞ്ഞതുപോലെ ഒരു C++ പ്രോഗ്രാം ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് ആരെ വേണം, ടോക്കൺസിനെ വേണം അല്ലേ. അപ്പോൾ C++ പ്രോഗ്രാമിൻ്റെ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്കുകളാണ് ടോക്കൺസ് എന്ന് പറയുന്നത്. ടോക്കൺസ് ആർ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് C++ പ്രോഗ്രാം അല്ലേ. അപ്പോൾ ഇനി ഈ ടോക്കൺസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ടോക്കൺസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ടോക്കൺസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, 5 ടോക്കൺസ് ആണ് നമുക്ക് മൊത്തത്തിലുള്ളത്. പങ്ക്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്, ലിറ്ററൽസ്, ഐഡന്റിഫയേഴ്സ് ആൻഡ് കീവേഡ്സ്. ഈ 5 പേരെ വളരെ സിമ്പിളായിട്ട് ഒരു സിമ്പിൾ കോഡ് യൂസ് ചെയ്ത് നമ്മൾ പഠിച്ചായിരുന്നല്ലോ. എന്താണ് നമ്മുടെ കോഡ്,
പൊളിക്ക് എന്നുള്ളതാണ് നമ്മുടെ കോഡ്. അത് മിസ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ. പൊളിക്ക് എന്ന് പറയുന്ന ഈ ഒരു കോഡ് യൂസ് ചെയ്തുകൊണ്ടാണ് ടോക്കൺസിനെ നമ്മൾ ഈസി ആയിട്ട് പഠിച്ചത് കേട്ടോ. പൊളിക്ക് നമ്മൾ എപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ അടുത്ത് പറയുന്ന ഒരു വേർഡ് ആണ് അല്ലേ. അപ്പൊ P for punctuators, O for operators, L for literals, I for identifiers and K for keywords. ഇതാണ് നമ്മുടെ ടോക്കൺസ് എന്ന് പറയുന്നത്. ഇനി അതിനകത്ത് നമ്മുടെ ആദ്യത്തെ ആള് നമ്മുടെ പഞ്ച്വേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പഞ്ച്വേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ C++ പ്രോഗ്രാമിന് ഒരു സ്ട്രക്ചർ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിമ്പിൾസിനെയാണ് നമ്മൾ പഞ്ച്വേറ്റേഴ്സ് എന്ന് പറയുക. അതായത് നിങ്ങൾ ഇംഗ്ലീഷിൽ ഒരു പാരഗ്രാഫ് എഴുതാന്ന് വിചാരിച്ചോ. ഈ പാരഗ്രാഫ് എഴുതുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് ഫുൾ സ്റ്റോപ്പ്, കോമ, സെമി കോളൻ, ക്വസ്റ്റ്യൻ മാർക്ക് ഒക്കെ ആഡ് ചെയ്യുമ്പോഴായിരിക്കും ആ ഒരു എന്താ പറയുക ആ ഒരു പാരഗ്രാഫിന് ഒരു ഭംഗി വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുക. അപ്പം ഇതുപോലെ നമ്മുടെ C++ പ്രോഗ്രാമിനും ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് C++ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുക? പഞ്ച്വേറ്റേഴ്സിനെ യൂസ് ചെയ്യുക. പഞ്ച്വേറ്റേഴ്സിന് എക്സാമ്പിളാണ് ദാ മിസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹാഷ്, കോളൻ, കേർലി ബ്രാക്കറ്റ്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മാർക്ക്, സെമി കോളൻ, ഇതെല്ലാം എന്താണ്? നമ്മുടെ പഞ്ച്വേറ്റേഴ്സിന് എക്സാമ്പിൾസ് ആണ്. ക്ലിയർ അല്ലേ? അപ്പം C++ ലാംഗ്വേജിനെ നിങ്ങൾ എപ്പോഴും C++ ലാംഗ്വേജിനെ നമ്മളൊരു നമ്മുടെ നോർമൽ ആയിട്ടുള്ള ലാംഗ്വേജസ് നമ്മൾ കാണുന്നില്ലേ, അത് ഇംഗ്ലീഷ്, മലയാളം ഒക്കെ കാണുന്നില്ലേ, അതുപോലെ തന്നെ നിങ്ങൾ അതിനെ ട്രീറ്റ് ചെയ്യുക. ഇതുപോലെയുള്ളൊരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ് C++ എന്ന് പറയുന്നത്. നമുക്ക് മലയാളത്തിനും ഇംഗ്ലീഷിനും ഒക്കെ ഉള്ളതുപോലെ ലെറ്റേഴ്സും വേർഡ്സും ഒക്കെ തന്നെയും എന്തിനും ഉണ്ട്? C++ ലാംഗ്വേജിനും ഉണ്ട്. യെസ്. ഇനി അടുത്തത്, അതായത് P കഴിഞ്ഞു, പഞ്ച്വേറ്റേഴ്സ് കഴിഞ്ഞു. ഇനി അടുത്ത നമുക്ക് വരുന്ന ആൾക്കാരാണ് ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ചില പ്രത്യേകതരം ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ C++ പ്രോഗ്രാമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾസിനെയാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുക. പ്ലസ്, മൈനസ്, ഡിവിഷൻ, ഇതൊക്കെ ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്പറേറ്റേഴ്സിനെ യൂസ് ചെയ്യുക. ആൻഡ് ഈ ഓപ്പറേറ്റേഴ്സ് പല രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്പർ ഓഫ് ഓപ്പറൻസ് യൂസ് ചെയ്യുന്ന രീതിയിൽ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. യൂണറി, ബൈനറി ആൻഡ് ടെർണറി. യൂണറി എന്ന് പറയുമ്പോൾ ഒരു ഓപ്പറൻഡ് ആയിരിക്കും ഉണ്ടാവുക. ബൈനറി 2 എണ്ണം, ടെർണറി എന്ന് പറയുമ്പോൾ 3 എണ്ണം ഉണ്ടാവും. പിന്നെ വരുന്നത് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ പെർഫോംഡ്. ഇവർ ചെയ്യുന്ന ഓപ്പറേഷൻസിന്റെ ബേസിലും എന്ത് ചെയ്തിട്ടുണ്ട്? ഓപ്പറേറ്റേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്നത് അരിതമെറ്റിക് ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ. മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അരിതമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ യൂസ് ചെയ്യുക. അതായത് നമ്മൾക്ക് പ്ലസ്, മൈനസ്, ഡിവിഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അരിതമെറ്റിക് ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാലോ, റിലേഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതായത് ഇപ്പം 2 നമ്പേഴ്സ് അല്ലെങ്കിൽ 2 വേരിയബിൾസ് ഒക്കെ തമ്മിലുള്ള റിലേഷൻ, 6 ഗ്രേറ്റർ ദാൻ 4. അപ്പൊ അത് തമ്മിലുള്ള റിലേഷൻ എന്താ? ഗ്രേറ്റർ ദാൻ എന്നുള്ള ആ ഒരു സംഭവമാണ് അവിടുത്തെ റിലേഷൻ വരിക. അപ്പൊ അങ്ങനെ റിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് റിലേഷണൽ ഓപ്പറേറ്ററിനെ നമ്മൾ യൂസ് ചെയ്യുക. ദെൻ ലോജിക്കൽ ഓപ്പറേറ്റർ. ലോജിക്കൽ ഓപ്പറേറ്റർ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നുണ്ടാവുക. അതായത് എങ്ങനെയായിരിക്കും? നമുക്ക് ആൻഡ്, ഓർ, നോട്ട്, ഇതൊക്കെയാണ് നമ്മുടെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുക. അപ്പോൾ ഇവിടുത്തെ ലോജിക്ക് എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്ത് എഴുതിയിരിക്കുന്ന എന്തെങ്കിലും സെൻറ്റൻസുകൾ, ഇപ്പം എയുടെ വാല്യൂ, ബിയുടെ വാല്യൂ, സിയുടെ വാല്യൂ ഒക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ കൊടുക്കുകയാണ് A = 5, B = 3, C = 2 ഇങ്ങനെ നമ്മൾ കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇവിടെ എഴുതാണ് A > B ആൻഡ് B > C. ഇത് ശരിയാണോ? ശരിയാണ്. A > B. A എന്ന് പറയുന്നത് ബിനെക്കാളും ഗ്രേറ്റർ ദാൻ ആണ്. ശരിയാണ്. A എന്ന് പറയുന്നത് 5 ആണ്, B എന്ന് പറയുന്നത് 3 ആണ്. സോ 5 > 3 ശരിയാണ്. B > C. B എന്ന് പറയുന്നത് 3 ആണ്, C എന്ന് പറയുന്നത് 2 ആണ്, 3 > 2 എന്ന് പറയുന്നത് ശരിയാണ്. അപ്പൊ ഇവിടുത്തെ വാല്യൂ വരുന്നത് എന്താ? ട്രൂ അല്ലെ? അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് വരുന്നത് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഇങ്ങനെ 2 എണ്ണത്തിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുക? ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിനെ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് വരുന്ന കുറച്ച് സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അതിനകത്ത് വരുന്ന ഒരാളാണ് നമ്മുടെ ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ. നമ്മൾ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്സിന്റെ കൂടെയാണ് ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ, അതായത് നമ്മുടെ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്ററിനെ യൂസ് ചെയ്യുക. CINന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ. പിന്നെ നമുക്ക് വരുന്നത് ഔട്ട്പുട്ട് ആണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പുട്ട് ടു ഓപ്പറേറ്റർ ആണ്. അതാണ് നമ്മുടെ ഇൻസേർഷൻ ഓപ്പറേറ്റർ. Coutന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഓപ്പറേറ്റേഴ്സ്. ദെൻ അടുത്തൊരു കാറ്റഗറിയാണ് എന്ത്?
ഇൻക്രിമെന്റ്, ഡിക്രിമെന്റ് ആൻഡ് അരിതമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു വാല്യൂവിനെ ഒന്നുകൂടെ ആഡ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പൊ 6 ആണെങ്കിൽ 6+1 എന്ന് എഴുതുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യുക, ++6 എന്ന് എഴുതുകയാണ്. ഇതും സെയിം തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക. ഒരു വാല്യൂ ഒന്നുകൂടെ കൂട്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിനെ യൂസ് ചെയ്യുക, ഇൻക്രിമെന്റ് ഓപ്പറേറ്ററിനെ യൂസ് ചെയ്യുക. അതുപോലെ ഒന്ന് കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പൊ 6ന്റെ വാല്യൂ എനിക്ക് 5 ആക്കണം എന്നുണ്ടെങ്കിൽ 6 - 5 എന്ന് എഴുതുന്നതിന് പകരം എനിക്ക് -6 എന്നോ 6 - ഈ രണ്ട് രീതിയിൽ എഴുതാം. ഇതെന്താണ്, ഡിക്രിമെന്റ് ആണ് ചെയ്യുക, ഒരു വാല്യൂ കുറയ്ക്കുകയാണ് ചെയ്യുക. ഇനി അരിതമെറ്റിക് അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സും അസൈൻമെന്റ് ഓപ്പറേറ്ററും ഒരുമിച്ച് എഴുതുന്നു. അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ് നമുക്കറിയാം പ്ലസ്, മൈനസ്, സ്റ്റാർ ഒക്കെയാണ് വരിക. അസൈൻമെന്റ് ഓപ്പറേറ്റർ ഈക്വൽ ടു ആണ്. ഇത് തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ എന്താ, പ്ലസ് ഓർ ഈക്വൽ ടു, പ്ലസ് ഓർ മൈനസ്, ഈ ഒരു രീതിയിൽ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിനെ യൂസ് ചെയ്യുക, അരിതമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്ററിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത നമുക്ക് വരുന്ന ആൾക്കാരാണ് നമ്മുടെ ലിറ്ററൽസ് എന്ന് പറഞ്ഞാൽ എന്താ, ദേ ആർ കോൺസ്റ്റന്റ് വേർഡ്സ് അല്ലെ. നമ്മൾ ഒരു പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ആയിട്ടുള്ള വേർഡുകൾ, അതായത് ഒരിക്കലും ആ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് അത് ചേഞ്ച് ആവത്തില്ല, അങ്ങനെയുള്ള വേർഡ്സിനെയാണ് നമ്മൾ ലിറ്ററൽസ് എന്ന് പറയുക. നോർമലി ലിറ്ററൽസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഏജ്, ഒരാളുടെ ഏജ് എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ആവുന്നുണ്ടോ, പ്രോഗ്രാമിലേക്ക് നമ്മൾ ഒരു ഏജ് കൊടുത്താൽ ആ പ്രോഗ്രാം റൺ ചെയ്ത് തീരുന്നിടം വരെ ഏജ് സെയിം ആയിരിക്കും. ജെൻഡർ ചേഞ്ച് ആവോ, ഇല്ല. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് ആവോ, ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള കോൺസ്റ്റന്റ് വാല്യൂസ് ആണ് നമ്മൾ ലിറ്ററൽസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാറുള്ളത്. ആൻഡ് ഈ ലിറ്ററൽസിനെ നമ്മൾ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻറ്റീജർ കോൺസ്റ്റൻസ്, ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റൻസ്, ക്യാരക്ടർ കോൺസ്റ്റൻസ്, സ്ട്രിംഗ് കോൺസ്റ്റൻസ്, ഇങ്ങനെ നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇൻറ്റീജർ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെസിമൽ പോയിന്റ് ഇല്ലാത്ത ഹോൾ നമ്പേഴ്സിനെയാണ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആയിട്ടുള്ള ഹോൾ നമ്പേഴ്സ് ആണ് ഇൻറ്റീജർ കോൺസ്റ്റൻസ് എന്ന് പറയുക. ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഡെസിമൽ പോയിന്റ് വരുന്ന പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നമ്പേഴ്സ് ആണ് എന്തിനകത്ത് വരിക, ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റന്റിനകത്ത് വരിക. ദെൻ ക്യാരക്ടർ കോൺസ്റ്റന്റ്, സിംഗിൾ കോഡ്സിന്റെ ഉള്ളിൽ നമ്മൾ എഴുതുന്ന സിംഗിൾ ക്യാരക്ടേഴ്സ് ആണ് ക്യാരക്ടർ കോൺസ്റ്റൻസ് എന്ന് പറയുക. അടുത്തതാണ് സ്ട്രിംഗ് കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡബിൾ കോഡ്സിന്റെ ഉള്ളിൽ എഴുതുന്ന സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സ്ട്രിംഗ് കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് നമ്മുടെ ഐഡന്റിഫയേഴ്സ്. പൊളിക്കിനകത്തെ POL കഴിഞ്ഞു, ഇനി I ആണുള്ളത്. ഐഡന്റിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫറെന്റ് പ്രോഗ്രാം എലമെന്റ്സിന് നമ്മൾ കൊടുക്കുന്ന പേരുകളെയാണ് ഐഡന്റിഫയേഴ്സ് എന്ന് പറയുക. ഇപ്പൊ നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന വാല്യൂസ് കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ഈ ഐഡന്റിഫയേഴ്സിന്റെ ഉള്ളിലായിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് ഇപ്പൊ വേരിയബിൾ, മെമ്മറി ലൊക്കേഷന് നമ്മൾ കൊടുക്കുന്ന പേരാണ് വേരിയബിൾ. നമ്മൾ യൂസ് ചെയ്യുന്ന വാല്യൂസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് വേരിയബിളിന്റെ ഉള്ളിലായിരിക്കും. ദെൻ ലേബൽ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ്സിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് ലേബൽ. ആൻഡ് അതുപോലെ ഫംഗ്ഷൻ നെയിം, ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത്. ആൻഡ് ഐഡന്റിഫയേഴ്സ് ഫോം ചെയ്യാനായിട്ട് കുറച്ച് എന്താ പറയാ, നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. എന്തൊക്കെയാണ്, ആദ്യം വരുന്നത് ആൽഫബറ്റ്സ് മാത്രമേ പാടുള്ളൂ. പിന്നെ നമുക്ക് വരുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കീവേഡ്സ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ആദ്യം വരുന്നത് എന്താണ്, ആൽഫബറ്റ്സ് പാടുണ്ട്, ഡിജിറ്റ്സ്, അതുപോലെ അണ്ടർസ്കോർ, ഈ 3 കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതായത് നിങ്ങളൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാന്ന് വിചാരിച്ചോ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പം എങ്ങനെയാണ് നമ്മൾ ID ക്രിയേറ്റ് ചെയ്യാം, ID ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ. നമുക്ക് അവിടെ വൈറ്റ് സ്പേസ് യൂസ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അല്ലെ സിമ്പിൾസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. ആകെ കൂടെ ഒരു അണ്ടർസ്കോർ യൂസ് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ ആൽഫബറ്റ്സ്, നമുക്ക് A തൊട്ട് Z വരെയുള്ള ആൽഫബറ്റ്സും പിന്നെ കുറച്ചധികം ഡിജിറ്റ്സും ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. ഇതെല്ലാം കൂടെ മിക്സപ്പ് ചെയ്യണം എന്നില്ല. ഇത് മിക്സ് ചെയ്തോ അല്ലാതെയോ ഒക്കെ നമുക്ക് എന്തായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും, നമ്മുടെ ID ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഇങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫയറും ഫോം ചെയ്യാറുള്ളത്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഐഡന്റിഫയേഴ്സ് ഫോം ചെയ്യാനുള്ള ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് എന്താണ്, ആൽഫബറ്റ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. ആൽഫബറ്റ്സ്, ഡിജിറ്റ്സ് ആൻഡ് അണ്ടർസ്കോർ, ഇത് 3 മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് കീവേഡുകൾ യൂസ് ചെയ്യാൻ പാടില്ല. ദെൻ വരുന്നതാണ് എന്ത് ചെയ്യാൻ പാടില്ല, ഡിജിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ എഴുതാണ്, ഡിജിറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാം, പക്ഷെ ഡിജിറ്റ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഞാനിവിടെ എന്താ AB9 എന്ന് എഴുതാന്ന് വിചാരിച്ചോ, ഇതൊരു വാലിഡ് ഐഡന്റിഫയർ ആണ്. ഓക്കെ, അതേസമയം ഞാൻ 9AB എന്ന് എഴുതിയാല് ഇതൊരു വാലിഡ് ഐഡന്റിഫയർ അല്ല. കാരണം എന്താ, 9 വെച്ചിട്ട് ഞാനിവിടെ
സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഡിജിറ്റ്സ് എനിക്ക് ഐഡന്റിഫയേഴ്സിന്റെ ഉള്ളിൽ യൂസ് ചെയ്യാം, പക്ഷെ ഒരിക്കലും സ്റ്റാർട്ടിങ് ആയിട്ട് ഡിജിറ്റ്സ് യൂസ് ചെയ്യാൻ പാടില്ല. ഇനി അടുത്ത നമുക്ക് വരുന്ന ആൾക്കാരാണ് നമ്മുടെ ലാസ്റ്റത്തെ, അതായത് പൊളിക്കിനകത്ത് ഏറ്റവും അവസാനത്തെ ആൾക്കാരാണ് കെ ഫോർ കീവേഡ്സ്. കീവേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? കീവേഡ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ റിസർവ്ഡ് വേർഡ്സ് അല്ലെ. റിസർവ്ഡ് വേർഡ്സ് ആണ് കീവേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, റിസർവ്ഡ് വേർഡ്സ് ആണ് കീവേഡ്സ്. എന്താണ് റിസർവ്ഡ് വേർഡ്സ് എന്ന് പറയുമ്പോൾ? അതായത് അവർക്ക് ഈ പ്രോഗ്രാമിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഫംഗ്ഷൻ ചെയ്യാനുണ്ടാവും. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്പെസിഫിക് മീനിങ് ഉള്ള വേർഡ്സിനെയാണ് കീവേഡ്സ് എന്ന് നമ്മൾ പറയുക. അതായത് നമ്മുടെ ഇഫ്, വൈല്, ഫ്ലോട്ട്, ഇൻഡ്, ക്യാർ, സ്ട്രിങ്, ഇതെല്ലാം എന്താണ്? ഇതെല്ലാം കീവേഡ്സ് ആണ്. ഇവരെ നമ്മൾ ഇഫിനെ അല്ലെങ്കിൽ നമ്മൾ ഇൻഡിനെ നമ്മൾ എപ്പോഴാണ് പ്രോഗ്രാമിൽ യൂസ് ചെയ്യുക? ഇൻറ്റീജർ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഫ്ലോട്ടിനെ എപ്പോഴാണ് യൂസ് ചെയ്യുക? ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്യാർ എപ്പോഴാണ് യൂസ് ചെയ്യുക? സിംഗിൾ കോഡ്സിന്റെ ഉള്ളിലുള്ള ക്യാരക്ടേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെ ഒരു സ്പെസിഫിക് പർപ്പസ് പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു റിസർവ്ഡ് ആയിട്ടുള്ള വേർഡ്സിനെയാണ് നമ്മൾ കീവേഡ്സ് എന്ന് പറയുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടോക്കൺസ് റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് വെർഷൻ മിസ് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ലൈവിൽ അവൈലബിൾ ആണ്. ആൻഡ് അതുപോലെ തന്നെ എവിടെ അവൈലബിൾ ആണ്? നമ്മുടെ ബാച്ചിൽ ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനെ കുറിച്ച് നമ്മൾ എടുത്തെടുത്ത് പറയുന്ന വീഡിയോസ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. യെസ്, അപ്പൊ മക്കളെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ടോക്കൺസിനെ കുറിച്ച് പറയാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. അപ്പൊ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. യെസ്, അപ്പൊ ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.